പ്രൈസലോട് എല്ലാ ദൈവങ്ങൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഈ ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും. ഒരു ദൈവവേദത്തിൽ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ അവൻ ഒത്തിരി പ്രതിസന്ധികൾ നേരിടും. അതിലെല്ലാം പലപ്പോഴും പലരും പകച്ചു പോകുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ 2-3 ചരിത്ര ആത്മീക പിതാക്കന്മാരുടെ കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ പുസ്തകം 17-49 കാണുന്ന ഏലാ താഴ്വരയിൽ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ദാവീദ് നേരിടുന്നത് കാണാൻ കഴിയും. കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന ഞാൻ അടുത്ത് ഒരു കാര്യം മാത്രം പറയുന്ന പഠിക്കുന്നത്, ഈ ദാവീദ് ഗോലിയാത്തിനെ നെറ്റിക്കെറിഞ്ഞെന്നാണ് ബൈബിൾ കാണുന്നത്. 5 കല്ല് പെറുക്കി ഒരു കല്ലെടുത്ത് ഗോലിയാത്തിന്റെ നെറ്റിക്ക് എറിയുക. ഗോലിയാത്തിനെ ശ്രദ്ധിച്ച് നോക്കണം, തല മുതൽ കാല് വരെ നോക്കിയാൽ ഗോലിയാത്ത് ഫുൾ സെറ്റപ്പാ. എതിരാളിയുടെ യാതൊരുവിധ ആയുധവും ഏൽക്കാത്ത വിധം താൻ തന്നെ മറച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയണം, പിശാചിന് നമ്മളുടെ ബലഹീനത അറിയാം. ഒരിക്കലും പറയാം, പിശാചിന് നമ്മുടെ ബലഹീനത അറിയാം. പക്ഷെ നമുക്ക് സാധാരണ ബലഹീനത അറിയില്ല. ഇവിടെ ബലവാനായ ഗോലിയാത്തിൽ ദാവീദ് ഒരു ബലഹീനത കണ്ടെത്തി. അത് അവന്റെ നെറ്റിത്തടമാണ്. ഫുൾ പടച്ചട്ട നിൽക്കുന്ന ഗോലിയാത്തിന്റെ നെറ്റിയിൽ കല്ല് കൊള്ളാൻ പറ്റിയ ഒരു ഇട. അതാണ് ഗോലിയാത്ത് എന്ന് പറയുന്ന മഹാസാത്താന്റെ ബലഹീനതയായി ദാവീദ് കണ്ടെത്തി. ദാവീദ് അവിടെയാണ് തന്റെ കല്ലെറിഞ്ഞ് പതിപ്പിച്ചത്. ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറയുന്ന വിശ്വാസത്താലും അഭിഷേകത്താലും ശത്രുവിന്റെ ബലഹീനതകളെ നമ്മൾ തിരിച്ചറിയുക, അവിടെ എറിഞ്ഞ് അവനെ തകർത്ത് നമുക്ക് ഈ വിശ്വാസത്തിന്റെ പ്രതിസന്ധികളെ വിശ്വാസത്താൽ നമുക്ക് ജയിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ദാവീദിനെ പോലെ നമുക്ക് ദിവസങ്ങൾ അതിനുവേണ്ടി റെഡിയാകാം. ഏത് പ്രതിസന്ധികളെയും ദാവീദ് വിശ്വാസത്താൽ സാത്താന്റെ ബലഹീനതകളെ കണ്ട് അവിടെ എറിഞ്ഞവനെ കീഴ്പ്പെടുത്തിയോലെ സർവശക്തന്റെ ദൈവം അതിനായി നമ്മളെ എല്ലാവരും ഒരുക്കട്ടെ. ആമേൻ.